ഹലോ ഗായ്സ്, ചേട്ടൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അപ്പോൾ നമുക്ക് കുറച്ച് മാംഗോസ് കിട്ടിയിട്ടുണ്ട്. കുഞ്ഞ് മാംഗോസാണ് കിട്ടിയിട്ടുള്ളത്. അത് വലുതായി വരുന്നേ ഉള്ളായിരുന്നു. പിന്നെ നമ്മൾ ഈ മാസം പോവാണല്ലോ പോസ്റ്റിംഗ്, അത് കാരണമാണ് നമ്മൾ ഇത്രയും കുഞ്ഞ് മാംഗോസ് എടുത്തത്. നമ്മളിപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിരുന്നത്. അപ്പോൾ നമ്മളത് ചെറുതായിട്ട് കട്ട് ചെയ്യാനാണ് പ്ലാനിങ്. ഞാൻ കുറേ ആയി മാംഗോ തരുന്നത്. പിന്നെ മാവിൽ നിന്ന് കിട്ടുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് കാണുമല്ലോ. അപ്പോൾ അത് നല്ല കറയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. നൈവിഷ്ണു ഭയങ്കര ഇഷ്ടമാണ് മാംഗോ. ഒന്നാമത് അവനും ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് അവിടുന്ന് പറിച്ചത്. എന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഇപ്പോൾ പോസ്റ്റിംഗ് കിട്ടിയത് ഉത്തർപ്രദേശിലോട്ടാണ്. എന്നാലും അടിപൊളിയായിട്ട് പോവുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് മാംഗോ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി ഗൈസ്. അപ്പോൾ നമ്മളിതാ കട്ട് ചെയ്തെടുക്കുവാണ്. അവൻ കൈയെടുത്ത് എടുക്കുന്നുണ്ട്. അവന് മാങ്ങ തിന്നാൻ വേണ്ടി കൊതിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവനൊരു പീസ് കൊടുത്ത് അവൻ ടേസ്റ്റ് ചെയ്തു. അവന് ഇഷ്ടപ്പെട്ടു. എന്തായാലും അവൻ കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ലാതെ കഴിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വിചാരിച്ചു. അടിപൊളിയാണ് ഗായ്സ്. ഇത്രയും ടേസ്റ്റുള്ള മാങ്ങ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല. മരത്തുനിന്ന് പറിച്ചതായതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്തായാലും ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഞാനിത് കുറച്ച് മസാലയൊക്കെ ഇട്ട് മിക്സ് ചെയ്യാനാണ് എൻ്റെ പ്ലാനിങ്. അപ്പോൾ പിന്നെ വെളിച്ചെണ്ണ കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ ആ വെളിച്ചെണ്ണയുടെ ബോട്ടിൽ നോക്കിയപ്പോൾ കാലിയിരിക്കുന്നത്. കുഴപ്പമില്ല. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ പിങ്ക് സോൾട്ടാണ് ഇതിൽ ചേർക്കുന്നത്. പിങ്ക് സോൾട്ട് ചേർത്തു. പിന്നെ അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ചേർത്തു. വെളിച്ചെണ്ണയുടെ അടപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് വെളിച്ചെണ്ണ കാലിയാണ്, പിന്നെ അതിലുള്ള അത്രയും വെളിച്ചെണ്ണ ചേർത്തു. പിന്നെ അതിൻ്റെ ശേഷം കുറച്ച് നമുക്ക് ഉള്ള മുളക് പൊടി അവന് എരിവായത് കാരണം ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ. വെറും അര ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടേ ഉള്ളൂ. ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് നമുക്ക് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം ഗൈസ്. അപ്പം അതിനാണ് ടേസ്റ്റ് കൂടുതൽ. കൈ വെച്ച് നന്നായിട്ട് ഉള്ള തിരുമ്മി ഈ മസാലയൊക്കെ അതിലങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അതിൻ്റെ ശേഷം നമുക്ക് ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്ന നമ്മുടെ മാംഗോ മിക്സ്ഡ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ഉണ്ടാക്കിയോണ്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കുന്നതെന്ന്. നല്ല മസാലയൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കുന്നതെന്ന്. എന്തായാലും സൂപ്പറായിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കി. അടിപൊളിയായിട്ടുണ്ട്. ഇത്രയും ടേസ്റ്റുള്ള മാങ്ങ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും.